കേരളം നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നൊരു നാടാണല്ലോ. നമ്മുടെ പ്രകൃതി രമണീയതയാണ് അതിന് കാരണം. നല്ല തോതിൽ ടൂറിസ്റ്റുകൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ ഒരു ജലപാത 600 കിലോമീറ്ററിലധികം വരുന്ന ജലപാത നാം നിർമ്മിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അതിന് കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ചില ഭാഗങ്ങളിൽ പുതിയ സ്ഥലം എടുത്ത് കനാൽ നിർമ്മിക്കേണ്ടതായിട്ട് വരും. അതിന് കുറച്ച് സമയം കൂടി എടുക്കും. എന്നാൽ കോവളം മുതൽ ചേറ്റുവ വരെ ഈ ജലപാത അടുത്ത മാസം പൂർത്തിയാക്കാൻ കഴിയുന്ന നിലയിലാണ് നിൽക്കുന്നത്. അത് വലിയ തോതിലുള്ള മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു വിനോദസഞ്ചാരി അവരെ ബോട്ടിൽ കോവളത്തുനിന്ന് പുറപ്പെട്ടാൽ ചേറ്റുവ വരെ എത്താൻ കഴിയും. അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു 25-30 കിലോമീറ്ററൊക്കെ എത്തുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. അവിടെ ഇറങ്ങിയാൽ അവിടുത്തെ കാഴ്ചകൾ അവർക്ക് കാണാം. അവിടുത്തെ സ്വാദിഷ്ടമായ ഭക്ഷണത്തിനുള്ള അവസരമുണ്ടാകും. പലതരത്തിലുള്ള കലാപരിപാടികൾ ഇവിടെ ഉണ്ടാകും. അങ്ങനെ കേരളത്തെ കണ്ട് ആസ്വദിച്ച് കണ്ടറിഞ്ഞ് അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും. ആ തരത്തിൽ നമ്മുടെ ടൂറിസ്റ്റുകൾക്കാകെ ഹരം പകരുന്ന ഒന്നായി ആ ജലപാത മാറാൻ പോവുകയാണ്.